ബിഎസ്ആർഎം കേരളയുടെയും മേഘാബുദ്ധ കൾച്ചറൽ ട്രസ്റ്റിൻ്റെയും കർണാടക ബിഎസ്ആർഎം പാർട്ടിയുടെയും ആഭിമുഖ്യത്തിൽ തിരുവതിദിന മഹോത്സവമായി ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവതിദിന സന്ദേശ റാലി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രക്കണ്ണ മന്ദിരത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ്.
DHRM കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബുവിനെ ക്ഷണിക്കുന്നു. ദമദീപം തെളിയിച്ചുകൊണ്ട് പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്.
135 ജന്മവാർഷിക ആഘോഷ സമാപനവും തത്വണ്ണൻ്റെ 58ാമത് ജന്മദിനാഘോഷ DHRM കേരളയും നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെയും അണ്ണാ DHRM പാർട്ടിയുടെയും ആഭിമുഖ്യത്തിൽ പിറവിദിന മഹോത്സവമായി ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അണ്ണാ DHRM പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സജി കൊല്ലം, നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് പ്രവീൺ കലക്കോട്, DSS കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരിവേടകം, ബഹുമാന്യനായ വാർഡ് മെമ്പർ തോമസ് മാത്യു, സംഘടനയുടെ സംസ്ഥാന നേതൃത്വങ്ങൾ, DHRM കേരളയുടെ കുടുംബാംഗങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മദിനാഘോഷം ലോക വിജ്ഞാന ദിനമായി ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഒരു 10 വർഷത്തിന് മുൻപ് നോക്കിയാൽ ബാബാ സാഹേബ് അംബേദ്കറെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ചെറിയൊരു കോളത്തിൽ ഒരു ചടങ്ങ് പോലെ ഒരു ഫോട്ടോ ഇടുന്നതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് ആ ദിവസം പോലും ഒന്ന് സംസാരിക്കുവാൻ പൊതുസമൂഹം തയ്യാറായിരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് നാം നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ബാബാ സാഹേബ് അംബേദ്കറെ കുറിച്ച് സംസാരിക്കുവാൻ അവരുടെ പ്രോഗ്രാമുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രം വെക്കുവാനൊക്കെ തയ്യാറായത് നമ്മുടെ ആരാധ്യനായ തത്വണ്ണൻ നമുക്ക് തന്ന അറിവിലൂടെ ബാബാ സാഹേബ് അംബേദ്കറെ കുറിച്ച് പൊതുസമൂഹത്തിലും സാധാരണക്കാരുടെ ഇടയിലും പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിലും ചർച്ച ചെയ്യുകയും പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് വളരെ ആത്മാഭിമാനത്തോടു കൂടി നാം ഓർക്കുകയാണ്. ബാബാ സാഹേബ് അംബേദ്കർ ഈ രാജ്യത്തിന് സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യം വിഭാവന ചെയ്യുന്ന ഒരു ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകളായി ഈ രാജ്യത്ത് നിലനിന്നിരുന്ന മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം മനുഷ്യനായി കാണാതെ മൃഗങ്ങൾക്ക് തുല്യമായി ഈ രാജ്യത്തെ തദ്ദേശീയ ജനതയെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ വളരെ ഒരുപാട് പൂർവ്വപിതാക്കന്മാരുടെയും മാതാക്കളുടെയൊക്കെ ജീവൻ ത്യജിച്ചുകൊണ്ട് നാം നേടിയെടുത്ത ഇന്നീ കാണുന്ന സ്വാതന്ത്ര്യം ബാബാ സാഹേബ് അംബേദ്കർ നിയമം മൂലം ഈ രാജ്യത്ത് വിഭാവന ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ആ ഭരണഘടന അധിഷ്ഠിതമായ ആ സ്വാതന്ത്ര്യം, ആ നിയമങ്ങൾ ഈ കാലഘട്ടത്തിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഭരണഘടന നിലവിൽ വന്നു ഈ കാലഘട്ടമായിട്ടും സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ പട്ടിക വിഭാഗങ്ങളുടെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ നോക്കുമ്പോൾ ഇവിടെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സംഘടനകളും ഒക്കെ അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തുവാൻ, അവരുടെ വളർച്ചയിലേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തിയതും പ്രവർത്തിച്ചതുമൊക്കെ ഈ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ പട്ടിക വിഭാഗങ്ങൾ, തദ്ദേശീയ ജനതയാണ്. പക്ഷെ അവരുടെ ജീവിതം ഈ കാലഘട്ടത്തിലും എന്തിനു വേണ്ടിയും സമരം ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുക. അത് ഭൂമിയുടെയും വെള്ളത്തിൻ്റെയും അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഏതായാലും സർവ്വമേഖലയിലും, ആ സർവ്വമേഖലയിലും അനീതികളും അക്രമങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വീടാന്തരം കേരളത്തിലെ തദ്ദേശീയ ജനതയെ
അവൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുകയും ഒരു ചോരയാണെന്നുള്ള ബോധ്യത്തോടു കൂടി അവനെ വളർത്തുവാനൊക്കെ നമ്മുടെ അണ്ണൻ പകർന്നു തന്ന ആശയത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മുടെ മുൻപിലിരിക്കുന്ന ഈ സമൂഹം. അതേതെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ ഓച്ചാനിച്ച് നിൽക്കുന്ന അടിയറവ് പറയുന്നൊരു സമൂഹത്തെയല്ല, ജനാധിപത്യ ബോധ്യമുള്ള, തുല്യതയെക്കുറിച്ചും രാജ്യത്തെ നിയമത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും അറിവുള്ള പഠനമുള്ള ഒരു ജനതയാണ്. അതുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും ബാബാ സാഹേബ് അംബേദ്കറുടെയും തത്വണ്ണൻ്റെയും പിറവിദിന ആശംസകൾ നേരുവാൻ ഈ അവസരം വിനിയോഗിക്കുക. രാഷ്ട്രീയ ബോധമില്ലാതെ നടന്നിരുന്ന ഒരു ജനതയെ ഈ രാജ്യത്തെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തപ്പെടുവാൻ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ അണ്ണൻ നേടിത്തന്ന രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്തുവാനുള്ള നമ്മുടെ പാർട്ടി അണ്ണാ DHRM പാർട്ടി നമ്മുടെ സംസ്ഥാനത്ത് വളരെ ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പട്ടികവിഭാഗങ്ങളെ ഉപജാതിക്ക് അതീതമായി ഏകീകരിച്ചുകൊണ്ട് അവൻ്റെ ജീവിത പുരോഗതിക്ക് മുൻപോട്ട് വെക്കുവാൻ DHRM കേരള എന്ന സാമുദായിക സംഘടനയുടെയും പ്രവർത്തനത്തിലൂടെ അണ്ണൻ്റെ ആശയത്തെ ഈ സമൂഹത്തിന് നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പിറവിദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ DHRM കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ ബഹുമാന്യായ അശ്വതി ബാബുവിന് ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രീയ മുഖമായ അണ്ണാ DHRM പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ സജി കൊല്ലം. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. DHRM കേരള കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരൻ്റെ ഇടയിൽ വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് അവൻ്റെ വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങപ്പെട്ട കുട്ടികളെ അവൻ്റെ വിദ്യാഭ്യാസ പുരോഗതി മുൻപോട്ട് കൊണ്ടുപോകാനും അവൻ്റെ ഉന്നത പഠനം ഉൾപ്പെടെയുള്ളവ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായി നാം നടത്തിവരുന്ന ബാബാ സാഹേബ് സ്കോളർഷിപ്പിൻ്റെ 4ാം ഘട്ട വിതരണം ചെയ്യാനെത്തിയിരിക്കുന്ന നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ബഹുമാന്യനായ പ്രവീൺ കലക്കോടിന് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിലേക്ക് മുഖ്യ അതിഥിയായി എത്തുന്ന കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ കൂടപ്പറപ്പുകളുടെ ഇടയിൽ അതിശക്തമായ പ്രവർത്തനം നടത്തുന്ന DSS കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരിവേടകത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അണ്ണാ DHRM പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യായ ഉഷ കൊട്ടാരക്കരയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാമൂഹിക പ്രവർത്തകനും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനുമായ VM മാർസൻ അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ വാർഡ് മെമ്പർ തോമസ് മാത്യു അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. DHRM കേരളയുടെ സംസ്ഥാന സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ബഹുമാന്യായ സിന്ധു പത്തനാപുരത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗം ഷൺമുഖൻ പരവൂരിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യായ ജോയിന്റ് സെക്രട്ടറി ഉദയൻ പൂതക്കുളത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വൈസ് ചെയർമാൻ സത്യനേശൻ എറണാകുളം അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വൈസ് ചെയർമാൻ രതീഷ് ശാസ്താംകോട്ട അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് സെക്രട്ടറി ശിവകാമി സുമേഷ് ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് സെക്രട്ടറി ഗീതാഞ്ജലി അനിൽ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം വിനിത ചക്കവള്ളി ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് സെക്രട്ടറി രതി കുണ്ടറ, സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണദാസ് പട്ടാമ്പി എന്നിവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിലേക്ക് ഇന്ന്
മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും DHRM കേരളയുടെ കുടുംബാംഗങ്ങളെയും നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് യജമാൻ അയ്യൻകാളിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും നമ്മുടെയൊക്കെ വഴികാട്ടിയായ തത്വണ്ണൻ്റെയും നാമത്തിൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കറുത്ത വിപ്ലവ അഭിവാദ്യങ്ങൾ. അധ്യക്ഷ പ്രസംഗം നടത്തുവാൻ DHRM കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബുവിനെ ക്ഷണിക്കുന്നു. DHRM കേരളയുടെയും നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജന്മവാർഷിക ആഘോഷ സമാപനവും നമ്മുടെ ഏവരുടെയും വഴികാട്ടിയായ തത്വണ്ണൻ്റെ 58ാം ജന്മവാർഷിക ദിനാഘോഷവുമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട അണ്ണാ DHRM പാർട്ടി ജനറൽ സെക്രട്ടറി സജി കൊല്ലം, മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള DSS കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരിവേടകം, കഴിഞ്ഞ 3 വർഷങ്ങളായി DHRM കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബാബാ സാഹേബ് സ്കോളർഷിപ്പിൻ്റെ വിതരണോദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റ് ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ബഹുമാനപ്പെട്ട പ്രവീൺ കലക്കോട്, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള അണ്ണാ DHRM പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങി ഇവിടെ എത്തിയിട്ടുള്ള കടലാവിള വാർഡ് മെമ്പർ ബഹുമാനപ്പെട്ട തോമസ് മാത്യു സാർ, DHRM കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ്മാർ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മാൻസൺ സാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള DHRM കേരളയുടെ കരുത്തുറ്റ പ്രവർത്തകരെ, കൂടപ്പിറപ്പുകളെ, ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ രാജ്യം ഏപ്രിൽ 14 ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അണ്ണാ DHRM പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട സജി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കാലാവസ്ഥ എല്ലാവർക്കും അറിയാം. എന്തായാലും DHRM കേരളയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പിറവിദിന മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച സംഘടനയുടെ ചെയർപേഴ്സൺ അശ്വതി ബാബു, ബൈജു പത്തനാപുരം, അതോടൊപ്പം തന്നെ അതിഥികളായി വന്നിട്ടുള്ള മാർസൻ ചേട്ടനും വാർഡ് മെമ്പറായിട്ടുള്ള തോമസ് മാത്യു അവർകളും പാർട്ടിയുടെ പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കരയും മറ്റു സംസ്ഥാന ഭാരവാഹികളും സംഘടനയുടെ അംഗങ്ങളും ഇവിടെ എത്തിയിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും യജമാൻ അയ്യങ്കാളിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും അണ്ണൻ്റെയും എല്ലാ പൂർവ്വപിതാക്കന്മാരുടെയും ഓർമ്മയ്ക്ക് മുന്നിൽ സ്നേഹവന്ദനം അർപ്പിച്ചുകൊള്ളുന്നു. അണ്ണൻ്റെ ജന്മദിനം, ബാബയുടെ ജന്മദിന സമാപനവും നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ കഴിഞ്ഞു പോയ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ബാബാ സാഹേബ് അംബേദ്കറും യജമാൻ അയ്യങ്കാളിയും നമ്മുടെ അണ്ണനൊക്കെ തന്നെ, അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ തന്നെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചതും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെയാണ്. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ പകർന്നു തന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതേ ജാതി തന്നെ വീണ്ടും ഈ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ അവസാനത്തെ ഒരു ഇര എന്ന രീതിയിലേക്ക് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ സഹോദരൻ നിതിൻ രാജിൻ്റെ ആത്മഭൂതി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സംഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ജന്മദിന ആഘോഷവും കൂടി നടത്തിക്കൊണ്ട് പോകുന്നത്. അവിടെയാണ് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ, നമ്മുടെ സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്, പഠിപ്പിക്കേണ്ടത്,
ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുമ്പോഴും ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുന്ന ജാതി എന്ന് പറയുന്ന സംവിധാനത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ ജാതി എന്താണെന്നും ആ ജാതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നടത്തിയെങ്കിൽ തന്നെയും അവിടെ വ്യത്യസ്തനായി നമ്മുടെ തത്വണ്ണൻ മാറുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മളെയെല്ലാം വേർതിരിച്ച് നിർത്തിയ ജാതിയെ വിളക്കി ചേർത്തുകൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് വൈവാഹിക ബന്ധത്തിലൂടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന ഒരു മുന്നേറ്റമാണ് അന്ന് നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ജാതിക്കെതിരെയുള്ള പോരാട്ടം എക്കാലവും നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സമത്വസുന്ദരമായ ജനാധിപത്യമെന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനത്തിലുള്ള ഒരു രാജ്യത്തെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ഭരണഘടന നമുക്ക് സംഭാവന ചെയ്തത് നമ്മുടെ പൂർവ്വപിതാവും നമ്മുടെയൊക്കെ രക്തത്തിലുള്ള നമ്മുടെ അച്ഛനെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ബാബയാണെങ്കിൽ നമ്മളെല്ലാവരും സിരകളിൽ കുറിച്ചിട്ടോണം ആ ജനാധിപത്യത്തെ നടപ്പിലാക്കാൻ നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും മാത്രമേ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി ഈ ജന്മദിന ആഘോഷം നടത്തുന്നതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും മനസ്സിൽ കുറിക്കേണ്ട കാര്യം നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥക്കെതിരെ ജാതിയുടെ എല്ലാ തരത്തിലേക്കുള്ള അതിക്രമം എവിടെയുണ്ടാകുന്നോ ആ അതിക്രമങ്ങൾക്കെതിരെയൊക്കെ തന്നെ നമ്മൾ വിരൽ ചൂണ്ടിയിരിക്കും, നമ്മൾ സംസാരിച്ചിരിക്കും, നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അത്തരത്തിലേക്കൊരു മെസ്സേജ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പിറവിദിന ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കറുത്ത വിപ്ലവ അഭിവാദനങ്ങൾ. ജനാധിപത്യം വിജയിക്കട്ടെ. DHRM കുടുംബങ്ങളിൽ ഏപ്രിൽ 14 എന്നത് കേവലം ഒരു ദിവസം മാത്രം അല്ലാതെ ബാബാ സാഹിബ് അംബേദ്കറുടെ ജന്മദിന വാർഷികം ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 30 വരെ ആഘോഷിച്ചു വരികയാണ്. വളരെയേറെ സന്തോഷപൂർവവും ആഘോഷത്തോടു കൂടിയും 14 മുതൽ 30 വരെ ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ തിരിച്ചറിയേണ്ടത് രാജ്യം കേവലം ഒരു ദിവസം കൊണ്ട് ആഘോഷിച്ച് നിർത്തലാക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് കൃത്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യം ജനാധിപത്യ ഭരണ സംവിധാനത്തിലെത്തുന്നതിന് മുൻപ് ആര്യാധിപത്യത്തിൻ്റെ ഭരണഘടനയായ മനുസ്മൃതിയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ജീവിച്ചു വന്നിരുന്ന ജനസമൂഹങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനസമൂഹത്തിന്, അതായത് ഇവിടുത്തെ ജാതി ശ്രേണിയിൽ ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിന് അവരുടെ സർവ്വ അവകാശങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോൾ വരേണ്യവർഗത്തിൻ്റെ ഭരണഘടനയായ മനുസ്മൃതിയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ തദ്ദേശ ജനസമൂഹത്തിനെ താഴ്ത്തപ്പെട്ട ജാതിയാക്കിക്കൊണ്ട് അയിത്ത ജാതിക്കാരാക്കിക്കൊണ്ട് അവർ നിയമം നടപ്പിലാക്കിയപ്പോൾ ഇവിടുത്തെ ദളിത് ആദിവാസി നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ സർവ്വ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം നമ്മുടെ മുൻ തലമുറകൾ അനുഭവിച്ചിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ സഞ്ചരിക്കാനോ പൊതുകുളങ്ങളിൽ നിന്ന് ദാഹിക്കുമ്പോൾ ദാഹജലം കുടിക്കാനോ പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ പഠനം നടത്താനോ നമുക്ക് അവകാശമുണ്ടായിരുന്നില്ല.
പക്ഷെ സർവ്വ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ട് സർവ്വ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ജീവിച്ചു വന്നിരുന്ന നമ്മുടെ തലമുറയിൽ നിന്നു തന്നെയാണ് ആ അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ അവസ്ഥകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവികനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ പഠനത്തിലൂടെ മാത്രമേ നമ്മുടെ സമൂഹത്തിനും ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ആൾക്കാർക്കും മനുഷ്യനായി ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അനുഭവിച്ചിരുന്ന സർവ വേർതിരിവും ജാതീയ പീഡനങ്ങളും അനുഭവിക്കുകയും അതിനെയൊന്നും വകവയ്ക്കാതെ തന്നെ ഈ രാജ്യത്തും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലും പോയി വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് തന്നെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലേക്ക് തന്നെ മാതൃകയായ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ എല്ലാം പൂർവികനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ. അവിടെയാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ജാതിയുടെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ പേരിലും മാറ്റി നിർത്തപ്പെടുമ്പോൾ ആ അനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മാറ്റം കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് ജീവിതത്തിലൂടെയും നിയമങ്ങളിലൂടെയും കൃത്യമായി മനസ്സിലാക്കി തന്ന ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ട് തന്നെയാണ് സർവ്വ അവകാശത്തിലും ജീവിച്ചു വന്നിരുന്ന മറ്റ് സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ജാതി ശ്രേണിയിൽ ഉയർന്നു നിൽക്കുന്ന എന്ന് പറയപ്പെടുന്ന ജാതി മേലാളന്മാരുടെ സമൂഹത്തിൽ നിന്നും ഇന്നും ഈ കാലഘട്ടം വരെയായിട്ടും രാജ്യത്തിന് എന്നുള്ളതല്ല, മറിച്ച് ഈ ലോകത്തിലേക്ക് തന്നെ മാതൃകയാവാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരാൾ പോലും വന്നിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട, പൊതുകുളങ്ങളിൽ നിന്നും ദാഹജലം കുടിക്കാൻ അനുവദിക്കാതിരുന്ന, പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ പഠനം നിഷേധിച്ചിരുന്ന, സർവ്വ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് ഒരു മനുഷ്യന്റെ വില പോലും നൽകാതെ മൃഗതുല്യമായി ജീവിച്ചു വന്ന ഒരു സമൂഹത്തിൽ നിന്നും ലോകത്തിലേക്ക് തന്നെ മാതൃകയാവുന്ന തരത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കറിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലും ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലും വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഉയർന്നു വരാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കാൻ, നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രത്തെ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ്. ആ കൃത്യമായിട്ടുള്ള ചരിത്രത്തെ നമ്മൾ പോയിട്ടുള്ള സ്കൂളുകളിൽ നിന്നും നമുക്ക് നിഷേധിച്ചു, നമ്മൾ സഞ്ചരിച്ച പൊതുമേഖലകളിൽ നിന്നും നിഷേധിച്ചു. വ്യക്തമായ ഒരു ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കി തരാനുള്ള സാഹചര്യങ്ങളെ ഇല്ലാതാക്കി. എന്നിരുന്നാലും ആ സാഹചര്യങ്ങളെയൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കോളനികളിൽ നിന്നും കോളനികളിലേക്ക് കൃത്യമായി സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മുടെ ശരിയായിട്ടുള്ള ചരിത്രം, ശരിയായിട്ടുള്ള അവസ്ഥകളെ മനസ്സിലാക്കി തന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട തത്തുവണ്ണനാണ്. കാരണം ഈ അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് തത്തുവണ്ണനെ മറന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയുകയില്ല. അവിടെയാണ് സ്വന്തം സമൂഹത്തിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് തത്തുവണ്ണൻ നമുക്ക് പറഞ്ഞു തന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജനസമൂഹത്തിനെ ഉപജാതിക്കതീതമായി ഒരുമിപ്പിച്ചുകൊണ്ട് ശരിയായിട്ടുള്ള ചരിത്രത്തെ പഠിപ്പിച്ചുകൊണ്ട് ഇനി വരും കാലഘട്ടങ്ങളിലേക്ക് അധികാര മേഖലകളിലേക്ക് വരുന്നതിന് വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ DHRM കേരളയുടെ ആഭിമുഖ്യത്തിൽ തത്തുവണ്ണൻ നമുക്ക് നടത്തിത്തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൃത്യമായി സാമൂഹ്യ അവസ്ഥയെയും
അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അധികാര മേഖലകളിൽ നമ്മുടെ ജനസമൂഹം എത്തും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജനാധിപത്യം വിജയിക്കട്ടെ. ബാബാ സാഹേബ് അംബേദ്കറുടെ ഈ ജന്മദിനാഘോഷത്തിൽ DHRM കേരളയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാതി വഴിയിൽ പഠനം നടത്തപ്പെട്ട കുട്ടികളുടെയും അതുപോലെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്ന കുട്ടികൾക്ക് അവർക്കൊരു കൈത്താങ് എന്ന വണ്ണം കഴിഞ്ഞ 3 വർഷമായി നമ്മൾ നടത്തിപ്പോരുന്ന ബാബാ സാഹേബ് സ്കോളർഷിപ്പിൻ്റെ 4ാം ഘട്ട വിതരണം ഉദ്ഘാടനം ചെയ്യുവാൻ നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് പ്രവീൺ കലക്കിയോട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹവന്ദനം. കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ മറ്റു വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. നേരെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. പേര് വിളിക്കുന്ന കുട്ടികൾ ഈ സ്റ്റേജിനടുത്തേക്ക് വന്ന് സ്കോളർഷിപ്പ് ഏറ്റുവാങ്ങണമെന്ന് അറിയിക്കുന്നു. ആദിത്യൻ വി, ചാവരെഴുത്ത് വീട്, വൈക്കൽ, കൊട്ടാരക്കര. അതിനുശേഷം ശരണ്യ വി, പ്ലാങ്കാലഴികത്ത് വീട്, മുട്ടറ, കൊട്ടാരക്കര. കുട്ടികൾ ഈ സ്റ്റേജിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരണം. കാലാവസ്ഥ വളരെ മോശമായിട്ടിരിക്കുകയാണ്. ആദിത്യൻ വി, കൊട്ടാരക്കര. അതിനുശേഷം ശരണ്യ വി, മുട്ടറ, കൊട്ടാരക്കര. അതിനുശേഷം അഖില KS, കുളത്തുവയലിൽ താഴേതിൽ, കുണ്ടറ, മുളവന. അരുന്ധതി R, കല്ലുംപുറത്ത് വീട്, കാഞ്ഞിരംകോട്, കൊല്ലം, കുണ്ടറ. അതിനുശേഷം അനദയ S ദ്രാവിഡ്, ചരിവിള പുത്തൻ വീട്, കൈതോട് PO, നിലമേൽ, ചടയമംഗലം. അതിനുശേഷം സിദ്ധാർത്ഥ് S ദ്രാവിഡ്, ബൗദ്ധിഗൃഹ, ചടയമംഗലം. അതിനുശേഷം അനന്തു VS ദ്രാവിഡ്, ചെറുപയ്യ. അടുത്തത് ആര്യലക്ഷ്മി G, കുളത്തുവയലിൽ, പാണ്ടിത്തിട്ട, തലവൂർ. അതിനുശേഷം മിത്ര B, സുജാഭവനം, മാങ്കോട്. അതിനുശേഷം റിൻസൺ D ദ്രാവിഡ്, ലതാഭവനം, മാലൂർ. അനുജ G, ശരിയുള്ള വീട്, പുന്നേക്കുളം, പൂതക്കുളം. ഷോഫിക S ദ്രാവിഡ്, സുധി ഭവൻ, പൂതക്കുളം. ഹൃദന്യ M, മേലെ തുടുക്കി, അട്ടപ്പാടി. അതിനുശേഷം ഷിബു S, അട്ടപ്പളം, ശെൽവപുരം PO, പാലക്കാട്. അതിനുശേഷം അനുഷ്ക M, താവളം PO, അട്ടപ്പാടി.
ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി കടലാവളയുടെ വാർഡ് മെമ്പർ തോമസ് മാത്യു അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനിയായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി അശ്വതി ബാബു, ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച ബൈജു പത്തനാപുരം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സജി കൊല്ലം, സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മുഖ്യാതിഥി രേഷ്മ കരിവേടകം, പ്രവീൺ കലക്കോട്, എൻ്റെ പ്രിയപ്പെട്ട ശ്രീമതി ഉഷ കൊട്ടാരക്കര, ബഹുമാനീയരും ആദരണീയരുമായി വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, സദസ്സിലുള്ള ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, അണ്ണ DHRMൻ്റെയും നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ നമ്മുടെ രാഷ്ട്രം ഏറെ ആദരിക്കുന്ന, രാഷ്ട്രത്തെ ഇന്ത്യയായി കാണുവാൻ, ഇന്ത്യയായി മാറ്റുവാൻ നേതൃത്വം കൊടുത്ത ഏറ്റവും ബഹുമാന്യനും ആദരണീയനും സംപൂജ്യനുമൊക്കെ ആയിട്ടുള്ള ബാബാ സാഹേബ് അംബേദ്കറുടെ 135ാമത് ജന്മദിനവും ഒരു സമൂഹത്തെ നല്ല മാർഗത്തിലേക്ക് നയിക്കുവാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട തത്വണ്ണൻ്റെയും ജന്മദിന ആഘോഷ പരിപാടികൾ ഇവിടെ ഏറ്റവും സമുചിതമായി ആഘോഷിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ വാർഡിൽ ഈ സ്ഥലത്ത് വെച്ച് നടക്കുന്നു എന്നുള്ളതും ഏറെ അഭിമാനകരമായ കാര്യമാണ്. പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു കാലഘട്ടത്തിൽ മറഞ്ഞിരുന്ന, അല്ലെങ്കിൽ മറക്കാനായിട്ട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗത്തെ, അല്ലെങ്കിൽ മാറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന വിഭാഗത്തെ വിദ്യാഭ്യാസത്തിലേക്കൂടെയും മറ്റ് സാമൂഹിക പരിഷ്കർത്ത മാർഗങ്ങളിൽ കൂടിയും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് ബഹുമാന്യരായ അംബേദ്കറും അതുപോലെ തത്വണ്ണനും ഒക്കെ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് മോചനത്തിന് ശേഷം ശരിയായ ഒരു നിയമസംഹിത ഇന്ത്യ ഏത് രീതിയിൽ പോകണമെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഏത് രീതിയിൽ വർത്തിക്കണമെന്നും അത് ശരിയായി ഒരു നിയമസംഹിതയിൽ കൂടി എഴുതി വെക്കുവാൻ, നേതൃത്വം കൊടുക്കാൻ ആ ബഹുമാന്യനായ വ്യക്തിക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ പ്രദേശത്തുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വിഭാഗം ജനങ്ങളെ ശരിയായ മാതൃകയിൽ കൂടി നടത്തുവാൻ വേറൊരാൾക്ക് കഴിഞ്ഞുവെങ്കിൽ അവരുടെയൊക്കെ ജന്മദിനങ്ങളും അവരുടെയൊക്കെ പ്രവർത്തനങ്ങളും ഓർക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായ കാര്യം. തീർച്ചയായും ഇങ്ങനെയൊരു അവസരം ലഭ്യമായതിൽ അഭിമാനിക്കുന്നു. തീർച്ചയായും ഇങ്ങനെയുള്ള മഹാന്മാരുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതവും ധന്യമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധമായ പിറന്നാൾ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അർപ്പിക്കുവാൻ സാമൂഹിക പ്രവർത്തകൻ VM മാർസൻ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ, DHRMൻ്റെ ചെയർപേഴ്സൺ പി സഹോദരി അശ്വതി ബാബു, യോഗം ഉദ്ഘാടനം ചെയ്ത അണ്ണാ DHRM പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൊച്ചനയൻ സജി കൊല്ലം, രേഷ്മ കരിവേടകം, ഉഷ പത്തനാപുരം, സിന്ധു, പ്രവീൺ, ബൈജു, സ്റ്റേജിലും സദസ്സിനുമുള്ള പ്രിയപ്പെട്ടവരെ, എന്ത് പറയണമെന്നറിയാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ട് മുമ്പ് കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രോത്സാഹനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവാർഡുകൾ വിതരണം ചെയ്യേണ്ടായി. അതുപോലെ തന്നെ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഹോം സ്കൂളിനെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടെ
ഏറെ താല്പര്യത്തോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ വർത്തമാനകാല ഇന്ത്യയിൽ മുമ്പ് വിദ്യ നിഷേധിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യ അഭ്യസിക്കാനുള്ള അവസരം തുറച്ചു നീക്കിയിരുന്നെങ്കിൽ സമീപകാല ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തുന്ന പഠിക്കാൻ മിടുക്കരായിട്ടുള്ള ഒട്ടനവധി കുട്ടികളെ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന പ്രവണത ഏറി വരികയാണ് എന്ന് നമുക്കറിയാം. അത് വടക്കേന്ത്യയിൽ നിരവധിയുണ്ട്. ഇന്ത്യയെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രോഹിത് വെമുല, കേരളത്തിൽ രജനീഷ് ആനന്ദ്, അവസാനം വന്ന് നിതിൻ രാജ്. ഞാനിത് പറയാൻ കാരണം അതായത് ഏറെ പ്രതീക്ഷകളോടെ നിതിൻ രാജിൻ്റെ വീട്ടിൽ നിങ്ങൾ പോകണം. നിതിൻ രാജിൻ്റെ കഥ അറിയണം. +2-ന് 1252 മാർക്ക് മേടിച്ച കുഞ്ഞാണവൻ. 88% മാർക്ക്. സാധാരണ അത്രയും മാർക്ക് മേടിച്ചാൽ നമ്മൾ മെഡിസിനോ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സ് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ ഡിഗ്രിക്ക് പോകും. ആൾ ഡിഗ്രിക്ക് പോയില്ല. 2 വർഷക്കാലം ആദ്യം MBBS മെഡിസിൻ എഴുതി കിട്ടിയില്ല, രണ്ടാമത് മെഡിസിൻ എഴുതി കിട്ടി. അങ്ങനെ 2 തവണ എഴുതിയതിന് ശേഷമാണ് ആ കുട്ടി BDSന് വേണ്ടി അഞ്ചരക്കണ്ടി കോളേജിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ അവനെപ്പോഴും അവൻ്റെ പല വോയിസിലും നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഞാൻ ഡോക്ടറായി മടങ്ങൂ എന്ന് ദൃഢനിശ്ചയ പയ്യനുണ്ടായിരുന്നു. അവൻ്റെ കുടുംബം എന്ന് പറയുന്നത് അച്ഛനൊരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്, വാടകയ്ക്കാണ് താമസിക്കുന്നത്, വെറും 6 സെൻറ്റ് ഭൂമി മാത്രമേ ഉള്ളൂ. അവർക്ക് 2 ചേച്ചിമാരുമുണ്ട്. ചേച്ചിമാർ നല്ല വിദ്യാഭ്യാസം, അച്ഛൻ മക്കൾക്ക് കൊടുത്ത വിദ്യാഭ്യാസം നല്ല മികച്ച വിദ്യാഭ്യാസമാണ്. അതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലും അഞ്ചരക്കണ്ടി കോളേജിലൊക്കെ പോയ ഒരാളെന്ന രീതിയിൽ, ഒപ്പം തന്നെ വാളയാർ കേസും അട്ടപ്പാടി മധുർ കേസിലെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഒരു വിശ്വാസമില്ല ആ പയ്യൻ ആത്മഹത്യ ചെയ്തെന്നുള്ള കാര്യത്തിൽ. ആത്മഹത്യയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. ഇപ്പം ഇന്ന് വന്നൊരു വാർത്ത, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഇന്ന് വന്നൊരു വാർത്ത, അവിടുത്തെ കണ്ണൂരത്തെ മാതൃഭൂമിയുടെ അവിടെ എന്തൊരു ക്ലിപ്പിൽ വന്നൊരു വാർത്തയാണ്. അതായത് ഇവൻ മരിച്ചു എന്ന് പറയുന്ന സ്ഥലം തന്നെ വളരെ ദുരൂഹമായ സ്ഥലമാണ്. ഒരു 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് മരിക്കുന്നത്, ചാടിയെന്ന് പറയപ്പെടുന്നത്. ഏകദേശം നമ്മുടെ ഒരു ഇത്രയും വീതിക്കുള്ളൊരു തിട്ട്, അതിന് താഴെ പാരപ്പറ്റൊന്നുമില്ല. അവൻ കണ്ണട ഉപയോഗിക്കുന്ന ഒരാളാണ്. മരിക്കണം എന്ന വെപ്രാളത്തോടെ ഓടി വരുന്ന പയ്യൻ കണ്ണട ഭദ്രമായിട്ട് തിട്ടിൽ വെച്ചിട്ട് ചാടുമോ? എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ ഞങ്ങളുടെ ഇവിടെയൊക്കെ നാടൻ രീതിയിൽ ചൊല്ലുണ്ട്, മുങ്ങിച്ചാവാൻ പോയപ്പോൾ മഴ വന്നപ്പോൾ കുടയുടെ ചൂടി പോയി എന്ന് പറഞ്ഞു. മരിക്കാൻ വേണ്ടി ചെന്നവൻ കണ്ണട ഭദ്രമായിട്ട് ആ പാരപ്പറ്റിൽ ഊരി വെച്ചിട്ടാണ് ചാടുന്നതെന്ന് പറയപ്പെടുന്നു. നമ്മളവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഈ പറയുന്ന CCTV കമ്മീഷനുമായിട്ടുള്ള ചർച്ചയിൽ CCTV ദൃശ്യങ്ങളടക്കം ഇൻക്വസ്റ്റ് റിപ്പോർട്ടും മറ്റ് ഫോട്ടോസ് എല്ലാ സാധനങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്താമെന്ന് പറഞ്ഞെങ്കിലും ഇതൊന്നും തന്നെ നമ്മളെ കാണിക്കാൻ അവർ തയ്യാറായില്ല. PPയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ കൃത്യമായി വളരെ ഗുരുതരമായ വീഴ്ചകൾ കേസിൻ്റെ കാര്യത്തിൽ, കോടതിയിൽ ട്രയലിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ വന്നിട്ട് നമുക്കൊരു റാം ഈ പറയുന്ന ഇവിടെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വന്നിരിക്കുന്നു. നിങ്ങളറിയേണ്ടത് ട്രയൽ കോർട്ടിൽ ഇപ്പം നിങ്ങൾ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടോ റാം ട്രൈബലാണെന്നൊരു വാർത്ത കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ചില വാർത്തകൾ വന്നിരുന്നു. അത് വളരെ അടിസ്ഥാനമുള്ളൊരു സംഭവമാണ്. കാരണം റാം ട്രയൽ കോർട്ടിൽ കൊടുത്ത പെറ്റീഷനിൽ അയാൾ ഉൾപ്പെടുന്ന ബജേന്ദ്ര എന്ന് പറയുന്ന ജാതി കർണാടകയിലെ ആദിവാസിയാണ് എന്നാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട കോടതിക്ക് മുമ്പാകെ, ഒരു സെഷൻസ് കോടതിക്ക് മുമ്പാകെ റാം നൽകിയ പ്രയറിൽ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് അപ്രൂവ് ചെയ്തിട്ടുള്ളത്, അത് നൽകിയിട്ടുള്ളത് കർണാടകയിലെ ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് ഒരു സംഗതി കണ്ടപ്പോഴാണ് നമുക്ക് സംശയം തോന്നുന്നത്. വക്കീലത് നമ്മളെ ഏർപ്പെടുത്തി വിനോദരാഘവൻ അത് വിശദമായി പരിശോധിക്കുകയും അങ്ങനെയാണ് അത് OBC ആണെന്ന് തെളിയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായിട്ടൊരു ആൾ പോലും ഇത്ര പച്ചക്കള്ളം എന്തിനാ അയാൾ അത്രയും മിടുക്കനായ കുഞ്ഞിനെ ആ ക്ലാസ് മുറിയിൽ ആളുകളുടെ മുമ്പിൽ അപമാനിച്ചിരുന്നത് ഒരുപാട് പട്ടികളിൽ ഏറ്റവും വൃത്തികെട്ട പട്ടിയാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേരെ അത്തരത്തിലൊരു ആക്ഷേപം പരസ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഈ പറയുന്ന ആ കൂട്ടുവിചാരണ, അവസാന പ്രിൻസിപ്പളിൻ്റെ മുറിയിലുള്ള കൂട്ടുവിചാരണ സമയത്ത് റാം തൊട്ടടുത്ത സ്റ്റാഫ് റൂമിലുണ്ട്. റാമിനെ ഈ നിതിനെ വിളിച്ചുകൊണ്ടുവരാൻ പ്രിൻസിപ്പൾ നിർദ്ദേശിക്കുമ്പോൾ റാം പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പോയി ആ പട്ടിയെ പിടിച്ചുകൊണ്ടുവരൂ, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടുമെന്ന്. ഒപ്പം തന്നെ ഈ പറഞ്ഞ ലോണാപ്പൊന്നുമല്ല അതിനകത്ത് വിഷയം. ലോണാപ്പ് അതിനകത്തൊരു ഘടകമേ അല്ല. കേവലം ജനുവരി 14-നാണ് ലോൺ എടുക്കുന്നത്. വെറും 14,000 രൂപയാണ് ലോൺ എടുത്തത്. ആ 14,000 രൂപ അവൻ്റെ അമ്മയുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണ് ആ പൈസ വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു.
ഇനി മറിച്ച് അവൻ സ്വകാര്യമായിട്ടെടുത്ത് വീട്ടുകാർ അറിയാതെ ചിലവഴിച്ചതാണെങ്കിലും ഒക്കെ പ്രശ്നമായി കഴിയുമ്പോഴേക്കും നമുക്ക് പ്രശ്നമാണെന്ന് വെക്കാം. ഈ ലോൺ ആപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മളതിനകത്ത് കുറേ അപ്രൂവൽ കൊടുക്കും, കുറേ അപ്രൂവൽ കൊടുക്കണം. അതിന് നമ്മുടെ ഫോട്ടോസ് ഗ്യാലറി കൊടുക്കണം, കോൺടാക്ട്സ് കൊടുക്കണം, ഇമെയിൽ അങ്ങനെ എല്ലാം കൊടുക്കണം. അപ്പോൾ ആപ്പുകാർ അവർക്ക് ഇഷ്ടമുള്ള 4 നമ്പർ എടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അങ്ങനെ എടുത്ത നമ്പറാണ് ഈ പറയുന്ന ലതാ ടീച്ചറുടെ നമ്പർ. എന്നിട്ട് ലോകം മുഴുവൻ എന്താ പറഞ്ഞത്, നിരന്തരം അവരെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു നിരന്തരം വിളിച്ചിട്ടില്ല. കമ്മീഷൻ ഓഫീസിൽ വെച്ച് പോലീസ് രേഖ വെച്ച് നമ്മളോട് പറഞ്ഞതാണ്, മരണപ്പെടുന്ന ഏപ്രിൽ 10 ഈ പറയുന്ന ഉച്ചയ്ക്ക് 11:30 മുതൽ 12:15 വരെ മാത്രമേ അവർ വിളിച്ചിട്ടുള്ളൂ. അതും ലോണാപ്പുമായി ബന്ധപ്പെട്ട കേസിലെ ലതാ നായരുടെ വക്കീൽ രഞ്ജിത്ത് നമ്മുടെ അടുത്ത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ലോണാപ്പുകാർ വളരെ മാന്യമായ രീതിയിലാണ് ഇവരോട് പെരുമാറിയത്. മാഡം ഞാൻ പൈസ എടുത്തിട്ട് അടച്ചിട്ടുള്ളൂ ഒന്ന് പറയണമെന്ന് മാത്രം പറഞ്ഞത്. പക്ഷേ അവിടെയാണ് ഈ ചർച്ച കഴിഞ്ഞിട്ട് ലത പുറത്തേക്ക് ഇറങ്ങി വരുമ്പം റാം ചെന്നിട്ട് ലതയ്ക്ക് കൈ കൊടുക്കുകയാണ്, വിരൽ കലക്കിയെന്നും പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു ഗൂഢാലോചനയുണ്ട്. അത് കൊലപാതകമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മഹത്യ ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ കുട്ടികളെ. അപ്പോൾ ഞാനിത് പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ ഒരുപാട് കൊച്ചുമക്കളുണ്ട്. ആ മക്കൾക്ക് മാനസികമായ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള, ഏത് പ്രതിസന്ധിയിലും മുമ്പോട്ട് പോകാനുള്ള, എത്ര വെല്ലുവിളികൾ, എത്ര വലിയ അപമാനങ്ങൾ നേരിട്ടാലും അതിനെ അതിജീവിക്കാനുള്ളൊരു മാനസിക കരുത്തും കൂടി കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നും അന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. കേസ് എന്തായാലും മുമ്പോട്ട് പോവുകയാണ്, അതിൻ്റെ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് പോകും. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. വല്ലാത്തൊരു മാനസിക മെരുമുറുക്കത്തിനാണുള്ളത്. ഇന്നും അവരുടെ അച്ഛൻ കണ്ണൂർ ബാക്കി രേഖകൾ എടുക്കാൻ പോയിക്കാണ്. അപ്പോൾ ഇന്നൊരു ഈ പരിപാടികളോടാണ് എനിക്ക് പോകാൻ പറ്റാഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ പരിപാടിയിൽ അനുഷ്ഠിച്ച എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭീം. അടുത്ത മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന DSS കേരളയുടെ സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരിവിടകത്തെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. DHRM കേരളയുടെയും നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിന വാർഷിക സമാപനവും ആരാധ്യനായ തത്വമണൻ്റെ 58ാമത് ജന്മദിന വാർഷികവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും അത് നമ്മൾ പിറവിദിന മഹോത്സവമായി ആഘോഷിക്കപ്പെടുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ആരാധ്യായ അധ്യക്ഷ, ബഹുമാനപ്പെട്ട സുഹൃത്ത്, പ്രിയപ്പെട്ട അശ്വതി, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അണ്ണാ DHRM പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സജി സാർ, നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെ പ്രവീൺ കലക്കോട്, പ്രിയപ്പെട്ട മാസൻ ചേട്ടൻ, വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, കൂടപ്പിറപ്പുകളെ, പ്രിയപ്പെട്ട അധ്യക്ഷ സൂചിപ്പിച്ച് വളരെ വ്യക്തതയോടുകൂടി സൂചിപ്പിച്ചൊരു കാര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയും കൃത്യമായും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാതി എന്ന് പറയുന്ന അവസ്ഥയെ വളരെ ഭീകരമായ രീതിയിൽ അനുഭവിച്ച് മരിക്കേണ്ടി വന്നൊരു മനുഷ്യനാണ് ഡോക്ടർ BR അംബേദ്കർ. അത് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിനെ കൃത്യമായും നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. കൃത്യമായും ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും ജാതി എന്ന് പറയുന്ന അവസ്ഥ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ BR അംബേദ്കർ അന്നും നമ്മുടെ സമൂഹത്തിനോട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഹിന്ദുമതത്തിൽ നിൽക്കുന്ന കാലത്തോളം നമ്മുടെ സമൂഹം ഹിന്ദുവിൽ നിൽക്കുന്ന ഏറ്റവും ഉയർന്ന ജാതിയിൽ പറയപ്പെടുന്ന ബ്രാഹ്മണരുടെയോ നായരുടെയോ അതുപോലെ മറ്റ് ഉന്നത ജാതിയിൽപ്പെട്ടവരുടെ ഭീകരമായിട്ടുള്ള ജാതീയ അടിമത്തവും ആക്രമണങ്ങളും ചൂഷണങ്ങളും നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന വേളയിൽ അദ്ദേഹം പറഞ്ഞ
വളരെ മഹത്തരമായൊരു വാക്കുണ്ട്, ഞാൻ ഹിന്ദുവായി ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് 5 ലക്ഷത്തോളം വരുന്ന അനുയായികളെയും വിളിച്ചുകൊണ്ട് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഇതിവിടെ പറയുവാനുണ്ടായിരുന്ന സാഹചര്യം എന്തെന്നാൽ, നമ്മൾ കേരളത്തിലെ വിവിധ ദളിത് ആദിവാസി പ്രസ്ഥാനങ്ങൾ, ദളിത് സംഘടനാ നേതാക്കന്മാർ അംബേദ്കറൈറ്റുകളും അംബേദ്കറിസം കൊണ്ട് നടക്കുന്ന ആൾക്കാർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കൃത്യമായും വീണ്ടും ഹിന്ദുമതത്തിൻ്റെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവരുടെ അടിമയെ പോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന അംബേദ്കറിസ്റ്റുകളെയാണ് ഞാൻ ഇന്ന് വരെയും കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, നമ്മുടെ DHRM കേരള തന്നെയാണ്. അതെന്തെന്നാൽ കൃത്യമായും ഹിന്ദുമതത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ സമൂഹം എവിടെ ചെന്നെത്തി നിൽക്കുമെന്നുള്ളത് കൃത്യമായും പറഞ്ഞു പഠിപ്പിച്ചു തന്ന നമ്മുടെ മഹാനായ തത്തുവണ്ണൻ, അദ്ദേഹം ഈ സമൂഹം ഞങ്ങളുടെ സംസ്കാരം എവിടെയെന്ന്, ഞങ്ങൾക്ക് അന്യം നിന്ന് പോയ സംസ്കാരം എവിടെയെന്ന് തിരക്കി നടന്നപ്പോൾ, സംസ്കാരമില്ലാതായപ്പോൾ ഈ സമൂഹത്തിന് നിങ്ങൾക്കും ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരം, ആ സ്വത്വബോധം നിലനിർത്തണമെന്ന് മാനസികമായും ശാരീരികമായും ആഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു തത്തുവണ്ണൻ. ഏകദേശം എനിക്കറിയാവുന്നത് 2000 മുതൽ അദ്ദേഹത്തിൻ്റെ കേരളത്തിലുടനീളം മറ്റു സംസ്ഥാനങ്ങളിലടക്കം തത്തുവണ്ണൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ നടന്നിരുന്നു. അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ വലിയൊരു ആശയം തന്നെയാണ്, ഈ വലിയൊരു സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ വലിയൊരു സംസ്കാരം തന്നെയാണ് നേറ്റീവ് ബുദ്ധിസം എന്നുള്ളത്. അത് കൃത്യമായും ഈ സമയം വരെയും ഡോക്ടർ BR അംബേദ്കറിൻ്റെ ആശയത്തെയും നമ്മുടെ എല്ലാമായ തത്തുവണ്ണൻ്റെ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യമായും ആ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് DHRM കേരളയുടെ പ്രവർത്തകർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നമ്മുടെ സമൂഹം മാറേണ്ടതായിട്ടുള്ളത്. ഹിന്ദുമതത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരം ഏതെന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ വിമോചനം സാധ്യമാക്കുവാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട സാഹചര്യം ആയിക്കഴിഞ്ഞിരുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇനിയൊരു നിതിൻ രാജ് ഉണ്ടാകരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ മാസ്റ്റർ ചേട്ടൻ ഇപ്പോൾ സൂചിപ്പിച്ചു വെച്ചതേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിന് കൃത്യമായ അറിവും ബോധവും ആരാണോ നമ്മൾ ഈ സമയം വരെയും വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി കരുത്തു പകരുന്നതിന് വേണ്ടി, ജനാധിപത്യ ബോധ്യം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി DHRM കേരളയും അതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ അണ്ണാ DHRM പാർട്ടിയും ഉണ്ടായിരിക്കുമെന്നും വേറെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവിധന മഹോത്സവത്തിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യജമാൻ അയ്യങ്കാളിയുടെയും ബാബാ സാഹേബ് അംബേദ്കറുടെയും നാമധേയത്തിൽ കറുത്ത വിപ്ലവ അഭിവാദ്യങ്ങൾ. അടുത്തത് ആശംസകൾ അർപ്പിക്കുവാൻ അണ്ണാ DHRM പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യായ ഉഷാ കൊട്ടാരക്കരയെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ DHRM കേരളയുടെ ആരാധ്യയായ ചെയർപേഴ്സൺ അശ്വതി ബാബു, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ അണ്ണാ DHRM പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം, മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ള DSS കേരള ചെയർപേഴ്സൺ രേഷ്മ കരുവേടകം, അതുപോലെ തന്നെ ബാബാ സാഹേബ് സ്കോളർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്ത നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റ് ബോർഡ് ഓഫ് ട്രസ്റ്റീസ് പ്രവീൺ കലയ്ക്കോട്, അതുപോലെ തന്നെ മാർസൻ ചേട്ടൻ, ബാക്കി ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന
ജനാധിപത്യ വിശ്വാസികളെ, കൂടപ്പിറപ്പുകളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇവിടെ വളരെ വ്യക്തമായി തന്നെ അധ്യക്ഷയും അതുപോലെ തന്നെ മുഖ്യ അതിഥിയുമൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും ഒരു തിരിച്ചറിവ് ബോധവും അതുപോലെ തന്നെ എല്ലാവരെയും നമ്മുടെ കൂടപ്പിറപ്പുകളായി കാണാൻ ഒരു തിരിച്ചറിവ് തന്ന നമ്മളെല്ലാം ആരാധ്യനായ തത്വണ്ണനും അതുപോലെ ജാതിയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്ത നമ്മുടെ ആരാധനായ ബാബാ സാഹബ് അംബേദ്കറിനെയും ജന്മദിന ആശംസകളാണ്. ജന്മദിന പിറവിദിന ആണ് ഇന്നിവിടെ നമ്മൾ നടത്തപ്പെടുന്നത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനുള്ളൊരു വേദി ഒരുക്കി തന്ന നമ്മുടെ എല്ലാം ആരാധനായ തത്വണ്ണനും കോടി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നിവിടെ ഈ പ്രോഗ്രാം നടത്തിയ DHRM കേരളയ്ക്കും അതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നാളുകളിൽ വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിൽ DHRM കേരളയ്ക്ക് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കറുത്ത വിപ്ലവ അഭിവാദ്യങ്ങൾ. ജനാധിപത്യം ജയിക്കട്ടെ. ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുവാൻ DHRM കേരളയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് അംഗം സിന്ധു പത്തനാപുരത്തെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. യജമാൻ അയ്യങ്കാളിയുടെയും ബാബാ സാഹേബ് അംബേദ്കറിൻ്റെയും നമ്മുടെയെല്ലാം ആരാധ്യനായ തത്വണ്ണൻ്റെയും നാമധേയത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. DHRM കേരളയുടെയും നേറ്റീവ് ബുദ്ധിസ്റ്റ് കൾച്ചറൽ ട്രസ്റ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രവിദിന മഹോത്സവത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷ DHRM കേരളയുടെ ചെയർപേഴ്സൺ അശ്വതി ബാബു, ഈ വേദി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച അണ്ണാ DHRM പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സജി സാർ, ആശംസ അർപ്പിച്ച് സംസാരിച്ച അണ്ണാ DHRM പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉഷ കൊട്ടാരക്കര, മാർസൻ ചേട്ടൻ, ഈ വാർഡിലെ മെമ്പർ, DSS കേരളയുടെ ചെയർപേഴ്സൺ രേഷ്മ കരിവേടകം, ഈ വേദിയിലിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ കൂടപ്പിറപ്പുകളെ, ജനാധിപത്യ വിശ്വാസികളെ, നമുക്കറിയാം നാളിതുവരെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മളെ മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ഈ സമൂഹത്തിൽ നമ്മൾ ആത്മാഭിമാനമുള്ള ജനതകളാണ് എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത നമ്മുടെയെല്ലാം ആരാധ്യനായ തത്വണ്ണൻ്റെ ജന്മവാർഷിക ദിനമാണ് ഇന്ന്. അതിന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന വാക്ക് തന്നെയാണ് തദ്ദേശ ജനതയുടെ ആത്മാഭിമാന ദിനമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ആ ദിനത്തിന് എൻ്റെ എല്ലാ കൂടപ്പിറപ്പുകൾക്കും ഈ ദിനത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് അധ്യക്ഷയായി എത്തിയ DHRM കേരളയുടെ ചെയർപേഴ്സൺ അശ്വതി ബാബുവിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ അണ്ണാ DHRM പാർട്ടിയുടെ ഉദ്ഘാടന സജി സാറിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാർസൻ ചേട്ടൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചതിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വാർഡ് മെമ്പർ, അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് വന്ന് സംസാരിച്ചതിന് നന്ദി പറയുന്നു. രേഷ്മ കരിവേടകം,
അവർക്കും നന്ദി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കൂടപ്പിറപ്പുകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്തവിപ്ലവ അഭിവാദനങ്ങൾ. ഈ പിറവിദിന മഹോത്സവത്തിൻ്റെ പൊതുസമ്മേളനം അവസാനിക്കുകയാണ്. നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുവാൻ ഈ സ്ഥലം നൽകിയ ബഹുമാന്യനായ മണിക്കുട്ടൻ ചേട്ടൻ, അതോടൊപ്പം നമുക്ക് ശബ്ദവും വെളിച്ചവും നൽകുന്ന അക്ഷര സൗണ്ട്, നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച നല്ലവരായ എല്ലാ നാട്ടുകാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും DHRM കേരളയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം അവസാനിച്ചായി അറിയിക്കുന്നു.